Hello everyone, MBA ക്ലോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. KMAT സെഷൻ 2 MBA എൻട്രൻസ് എക്സാം 2026 MBA അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള കേരളത്തിലെ പഠിക്കാനായിട്ടുള്ള ലാസ്റ്റ് ചാൻസ് എന്ന് പറയാം. ലാസ്റ്റ് ഓപ്ഷൻ ടു ഗെറ്റ് ക്വാളിഫൈഡ്. KMAT 2026 സെഷൻ 2 ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നായിരുന്നു ഇനീഷ്യലി ലാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട്. ആ വിശദാംശങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒപ്പം തന്നെ എങ്ങനെ നിങ്ങൾക്ക് KMAT എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നും കൂടി നമ്മൾ സംസാരിക്കുന്നു. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. സോ ഇൻ ടു ദ വീഡിയോ. സോ KMAT സെഷൻ 2 KMAT സെഷൻ 2 ആണ് നമ്മുടെ ചർച്ച. KMAT എക്സാമിനേഷൻ സെഷൻ 2. അപ്പോൾ KMAT എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് KMAT കേരള എന്നാണ് ശരിക്കും നമ്മൾ പറയേണ്ടത്. KMAT കേരള കാരണം കർണാടകയ്ക്ക് ഇതുപോലൊരു KMAT എക്സാം ഉള്ളതുകൊണ്ട് KMAT കേരള എന്നാണ് ശരിയായിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ പേര്. കേരളത്തിലെ MBA പ്രവേശനത്തിനായിട്ട് കേരള ഗവൺമെന്റ് കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഔദ്യോഗികമായ ടെസ്റ്റാണ് KMAT എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് സെഷൻ, ഒന്നാമത്തെ ഒരു സെഷൻ ഫെബ്രുവരി മാസത്തിൽ കണ്ടക്ട് ചെയ്തു പോയി, ഓൾറെഡി സംഭവിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് സെഷൻ 1ഉം സെഷൻ 2ഉം തമ്മിൽ ബന്ധമൊന്നുമില്ല. സെഷൻ 1ന്റെ കണ്ടിന്യൂഷൻ ആണോ ഒന്നും ഒരു ബന്ധമൊന്നുമില്ല. സെഷൻ 1 എഴുതിയവർക്കും എഴുതാത്തവർക്കും ഒക്കെ സെഷൻ 2 എഴുതാം. നിങ്ങൾ ഏതെങ്കിലും ഒരു സെഷൻ, ഏതെങ്കിലും ഒരു KMAT എക്സാം സെഷൻ 1ഓ 2ഓ ഇതൊന്നും അല്ലാണ്ട് മറ്റു രണ്ട് എക്സാമും കൂടെ കേരളത്തിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. CATഉം CMATഉം അതൊക്കെ കഴിഞ്ഞു പോയതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ ഇത് ഏതെങ്കിലും എക്സാം CMATോ CATോ KMATോ ഒക്കെ നിങ്ങൾ ക്വാളിഫൈഡ് ആയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ CAT ക്വാളിഫൈഡ് ആയെങ്കിൽ അത് മതി, CMAT എങ്കിൽ അത് മതി, ഇനി ഫസ്റ്റ് KMAT എങ്കിൽ അത് മതി. ഏതെങ്കിലും ഒന്ന് ക്വാളിഫൈഡ് ആയി, ഇതൊന്നും മൂന്നും ക്വാളിഫൈഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസ് ആണ് KMAT സെഷൻ 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അതിന്റെ ചെറിയ ബ്രീഫിംഗ് വീഡിയോയും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ KMAT ട്രെയിനിങ്, ഇപ്പം അതിനൊപ്പം തന്നെ KMAT ട്രെയിനിങ്ങിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ ഒരു മാസം ഏകദേശം ഈ മെയ് മാസം അവസാനമായിട്ട് KMAT എക്സാം ഉണ്ടാവും. ഇപ്പോൾ 20 days ഒക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പം ബേസിക്കലി സിലബസ് പ്രകാരം 10th+2 ബേസിക് ആയിട്ടുള്ള മാത്സ്, ഇംഗ്ലീഷ്, ലോജിക്, റീസണിംഗ് ഒക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഇതിന്റെയൊക്കെ ഇൻഡെപ്ത് സിലബസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം നമ്മുടെ ചാനലിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകളുണ്ട്. ഒപ്പം തന്നെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള KMAT ട്രെയിനിങ്, രണ്ടാം സെഷന് വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് KMAT ട്രെയിനിങ് നമ്മുടെ ചാനലിലൂടെ വളരെ മിതമായിട്ടുള്ള ഒരു ഫീസിലൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചാനലിനകത്ത് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ, ഒപ്പം തന്നെയുള്ള ജോയിൻ ബട്ടൺ, ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ കാണാൻ സാധിക്കും. അതിലേക്ക് ഞാൻ വരാം. ഏതായാലും KMAT ഡീറ്റെയിൽസ് ആദ്യം നോക്കാം. KMATനകത്ത് നമ്മൾ അറിയുന്ന പോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വെബ്സൈറ്റ് www.ce.kerala.gov.in, ഈ വെബ്സൈറ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുക. ഇവിടെ നമുക്ക് KMAT ആപ്ലിക്കേഷനുള്ള പോർട്ടൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ രജിസ്ട്രേഷൻ പേജ് ഇതാണ്, www.ce.kerala.gov.in KMAT ഓൺലൈൻ സെഷൻ 2 2026 എന്നൊക്കെ ലിങ്ക് കാണാം. ഇവിടെ ന്യൂ യൂസർ ആണ്. നിങ്ങൾ ബേസിക് ആയിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. രജിസ്ട്രേഷനകത്ത് 5 ഫേസ് ഉണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുക, ഓൺലൈൻ വഴി ഫീസ് പേയ്മെന്റ് ചെയ്യുക. നിങ്ങളുടെ അപ്ലോഡ് ഇമേജ്, അതായത് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും ഇതിന്റെ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യുക, അക്നോളജ്മെന്റ് ഫോം ഫില്ലപ്പ് ചെയ്യുക. ഇത്രയുമാണ് ബേസിക് ആയിട്ട് ഡീറ്റെയിൽസ്. അതിനുശേഷം നിങ്ങൾക്ക് ASVSലും നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കും. ഞാൻ ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഷൻ, അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 10ാം തീയതി വരെ, ഇപ്പോൾ 4 ദിവസം കൂടെ ഉണ്ട്, 5 ദിവസം ഉണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും 10ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ആപ്ലിക്കേഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക, ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഒഫീഷ്യലി പറയുമ്പോൾ ലാസ്റ്റ് ടെസ്റ്റാണ് KMATന് ക്വാളിഫൈഡ് ആകാൻ, MBA എൻട്രൻസിന് ക്വാളിഫൈഡ് ആകാനായിട്ടുള്ള, MBA അഡ്മിഷന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ലാസ്റ്റ് ചാൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. 10ാം തീയതി 5 മണി വരെ ഉണ്ട്. 5 മണി വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ MBA പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, KMAT എഴുതാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് 5ാം തീയതി, 5ഉം 6ഉം തീയതിയായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. വീണ്ടും ഒരു തവണയും കൂടെ നീട്ടി വെക്കത്തില്ല. അപ്പോൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബാക്കി പറയാനുള്ള കാര്യം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനും മറ്റ് വിശദാംശങ്ങളും മറ്റൊരു വീഡിയോ ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് നിങ്ങൾക്ക് പറയാം. അതിന് ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KMAT ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള KMAT ട്രെയിനിങ്, എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് KMAT ട്രെയിനിങ് ഓപ്ഷൻ ഉണ്ട്. അത് യൂട്യൂബിന്റെ തന്നെ മെമ്പർഷിപ്പ് പ്ലാനിലൂടെയാണ് നിങ്ങൾ അക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിന്റെ മെമ്പർഷിപ്പ് പ്ലാനിലേക്ക് പോകാൻ പറ്റും. ഇവിടെ മെമ്പർഷിപ്പ് പ്ലാനിൽ ജോയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് KMATുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ മെമ്പർഷിപ്പ് എടുക്കാൻ, KMAT ട്രെയിനിങ് അക്സസ് ചെയ്യാനായിട്ട് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരു പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് KMAT സെഷൻ 2 ട്രെയിനിങ് എന്ന് പറയുന്നത് വിത്ത് 179 per month എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ KMAT എഴുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള GD ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്.
അപ്പോൾ അവിടെ GD ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയ വീഡിയോസുകളൊക്കെ ആയിരിക്കും അവിടെ നിങ്ങൾക്ക് അക്സസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ KMAT എഴുതുന്ന ആൾക്കാർക്ക് പിന്നീട് മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ്, ഇൻഡെപ്ത് വീഡിയോസുകൾ, പ്രാക്ടീസ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് അക്സസ് ചെയ്യാൻ സാധിക്കും. എല്ലാം യൂട്യൂബ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോസ് പാറ്റേണിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ ബട്ടൺ ജോയിൻ ചെയ്യാം. 179 per month. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തെ പേയ്മെൻറ്റ് എടുത്താൽ മതി. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. നിങ്ങളുടെ KMAT എക്സാം കഴിയുമ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ചെയ്യുക. ഇപ്പോൾ 2 മാസത്തേക്കുള്ളിൽ എടുക്കണമെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ഇത്രയും ഒരു 300-350 രൂപ, മാക്സിമം 400 രൂപയൊക്കെ ആകുന്നുള്ളൂ. ഇനി 1 month എടുത്താൽ തന്നെ 179. സോ അത് നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. പേയ്മെൻറ്റ് ഓപ്ഷൻ എടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഗൂഗിൾ പേയോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു മെമ്പർഷിപ്പ് പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് യൂട്യൂബിൽ നമ്മുടെ KMAT ട്രെയിനിങ്, യൂട്യൂബ് വഴിയുള്ള നമ്മുടെ KMAT ട്രെയിനിങ് അസസ് ചെയ്യാനുള്ള ഫെസിലിറ്റി. താല്പര്യമുള്ള ആൾക്കാർ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, മെമ്പർഷിപ്പ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിനൊപ്പം തന്നെ യൂട്യൂബ് പ്രൊഫൈലിനൊപ്പം തന്നെ ഒരു സ്റ്റാർ ബട്ടൺ, ഒരു ബ്ലൂ സ്റ്റാർ ബട്ടൺ യൂട്യൂബ് ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ക്വറീസ്, ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒക്കെ തരാം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സ്റ്റേ ട്യൂൺ. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ബൈ.